അളിയോ അളിയന് ഈ ചൂണ്ട കിട്ടുന്നതിനെ കുറിച്ച് വലിയ പിടിപാടില്ലല്ലേ? എടാ ഞാൻ മെഷീന്റെ ആളല്ലേടാ. ഓ മെഷീൻ മെഷീൻ. പക്ഷെ തള്ളുമ്പോ ഇങ്ങനത്തെ തള്ളൊന്നും അല്ലല്ലോ. നീ കെട്ടിയാ? കെട്ടി കെട്ടി. നീ ഇതും കൂടെ കെട്ടി തരുമോ? ആണോ ഉണ്ടോടോ എനിക്ക്? പിടി കുരുങ്ങല്ലേ, കുരുങ്ങിയ എന്റെ കൈ കുരുങ്ങല്ലേന്ന്. കെട്ടിക്കോ. എന്തല്ലേ കാണിച്ചു വെച്ചേക്കണേ? നീ അങ്ങ് സെറ്റ് ചെയ്യടാ കുട്ടാ. തന്നെ നിങ്ങൾ ചൂണ്ടിടാൻ പോണോ? ആ മക്കളെ ചൂണ്ടിടാൻ പോവാണ്. എത്ര നാളുകൊണ്ട് ഞാൻ അളിയന്റെ അടുത്ത് പറയുന്നു, ഇപ്പഴാണോ ബോധം വെച്ചേ? അളിയാ ഓ നല്ല മീനുകളെ പിടിച്ചിട്ടേ നമുക്ക് ഫ്രൈ അടിക്കാം. അത് നല്ല കാര്യ. ഞാൻ അമ്മൂമ്മ അടുത്ത് പോയി പറയട്ടെ. എന്താ ഫ്രൈ കാര്യമാണോ? അതല്ല, നമ്മള് 3 പേരും കൂടെ ചൂണ്ടിടാൻ പോകുന്ന കാര്യം. ഏത് 3 പേര്? നമ്മള് 3 പേര്. അയ്യോ ഞങ്ങള് 2 പേര് ചൂണ്ടിടാൻ പോവും. എന്റെ പൊന്നുമകൾ ഇവിടെ ഇരിക്കും. പ്ലീസ് ചേട്ടാ, ഞാനും കൂടെ വരട്ടെ. ബാറൂസേ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക. ഇനി അവിടെ വന്ന് എന്തെങ്കിലും പറ്റിയിട്ട് നാളെ സ്കൂളിൽ പോകാണ്ടിരിക്കാനുള്ള അടവല്ലേ, നീ വരണ്ട. അളിയാ പ്ലീസ്, അളിയാ പ്ലീസ്. നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. പ്ലീസ് പ്ലീസ് എന്നെ കൊണ്ടോ പ്ലീസ്. ചേട്ടാ എന്തടി ഇവിടെ ഞാൻ ബോറടിച്ചു ചത്തു. എന്നാലേ പുസ്തകം എടുത്ത് വെച്ചായിരുന്നു പഠിക്കണം. എത്ര നേരം ഇരുന്ന് പഠിക്കുന്നേ? ബാറൂസേ തല കേറുന്ന വരെ ഇരുന്ന് പഠിക്കടാ. പറ്റത്തില്ല, നിങ്ങളോട് ഞാനും വരും. അളിയനും കൂടെ ചൂണ്ടിടാൻ പോവാ. തന്നെ അമ്മൂമ്മ നോക്കിക്കോ, ഇന്ന് കുറഞ്ഞത് ഒരു 5 എണ്ണം ഞങ്ങൾ പിടിക്കും. ഇല്ലെങ്കിൽ അളിയന്റെ സൈസുള്ള ഒരു വലിയൊരെണ്ണം പിടിക്കും ഞങ്ങള്. അത്രക്ക് വേണോടാ? ഓക്കെ മുമ്മ, ബോറടി മാറാനേ ചൂണ്ടിടുന്നത് ബെസ്റ്റാ. എങ്കിൽ പിന്നെ ഞാനും കൂടെ പോവാം. അപ്പൊ എന്റെ ബോറടിയും കൂടെ മാറും. അല്ലേ അമ്മൂമ്മേ? അല്ലേ അമ്മൂമ്മേ, അങ്ങോട്ട് പോണ്ട, അവിടെ വെള്ളം കയറി കിടക്കണം. ஆமா, ஆத்துல கொஞ்சம் தண்ணி கம்மியானதுக்கு அப்புறம் நீ போலாம். இப்ப போக வேண்டாம். അളിയോ സെറ്റായി, എന്നാ പിന്നെ പോയാലേ? അപ്പൊ പോയിട്ട് വരാവേ. അമ്മൂമ്മ ഞാനും കൂടെ ഒന്ന് പോയിക്കോട്ടെ. പറയുന്നത് അങ്ങ് കേട്ടേച്ചാ മതി. അമ്മ ഫോൺ അടിക്കുന്നു. അതാ സവിതയാ, ആൾക്കാരുടെ കുറ്റം പറയാൻ വേണ്ടി വിളിക്കുക. ആൾക്കാരെ തമ്മി തല്ലിക്കുന്നത് അവിടെ ജോലി. അത് എപ്പിടി അമ്മ? അതോ നമ്മളോട് വന്നിട്ട് പറയും, ആ ജാനകി ഉണ്ടല്ലോ ഭവാനിയമ്മയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. അതൊക്കെ പറയുമ്പോ നമുക്ക് ദേഷ്യം വരുവേ. നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു കാര്യമേ ജാനകി പറഞ്ഞിട്ടില്ല. തിരിച്ച് ജാനകിയോട് ചെന്ന് അതുപോലെ പറയും, ഭവാനിയമ്മേ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന്. അതാ അവിടെ ജോലി. എന്നെല്ലാം വിധത്തിലെ ആളുകള് ഇതൊക്കെ ചെയ്യുമ്പോ അവർക്കൊരു മനസുഖം. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ തമ്മിൽ വഴക്കാവൂ. പിന്നില്ലേ, അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കാം, അവരങ്ങോട്ട് ചെല്ലും. സത്യാവസ്ഥ അറിയാ ആരും നിക്കൂല. അടുക്കള പണിയില്ലേ? പിന്നെന്താ നോയിക്കൊണ്ടിരിക്കുന്നേ? ചെന്നിട്ടങ്ങോട്ട്. ഞാൻ പോണ്. വരുന്നില്ലേ? വാ. അടുക്കള പണിയില്ലേ? പിന്നെന്താ നോയിക്കൊണ്ടിരിക്കുന്നേ? ചെന്നിട്ടങ്ങോട്ട്. ഞാൻ പോണ്. വരുന്നില്ലേ? വാ. അളിയാ ഈ മീൻ പിടിക്കുമ്പോഴേ നമുക്ക് വേണ്ട എന്താ നിനക്കറിയാവോ? ചൂണ്ട. എടാ ചൂണ്ട വേണം. നമുക്ക് വേണ്ട എന്താന്നറിയോ? ക്ഷമ. അതെ. ഈ പുലി എരയെ പിടിക്കാൻ നിൽക്കുമ്പോ പുലി കാണിക്കുന്ന ഒരു ക്ഷമയില്ലേ, ആ ക്ഷമ നമുക്ക് വേണം. അതെ. എന്നിട്ട് മീൻ വന്ന് കുരുങ്ങുമല്ലോ, അപ്പൊ നമ്മൾ തൂക്കരുത്. അതെ. ആ മീൻ അടുത്ത് വന്നിട്ടൊരു വെപ്രാളം കാണിക്കും, ആ സമയത്ത് അങ്ങ് തൂക്കിയേക്കണം. അതെ.
നീ കൊറേ നേരമല്ലോ അതെ 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 പറഞ്ഞോണ്ടിരിക്കാൻ എന്തോന്ന് അതെ അതെ അല്ലാതെ പിന്നെ അല്ലെ നമ്മൾ ഈ പരിപാടി കുറെ കൊല്ലങ്ങളായിട്ട് തുടങ്ങിയാണ്. അപ്പോഴാണ് പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ പറഞ്ഞത്. പിന്നെ ജനിച്ച് വീണപ്പോ നീ ചൂണ്ടായിട്ടൊക്കെ വന്നതല്ലേ? അതെ, ജനിച്ചു വീണപ്പോ ചൂണ്ടായിട്ട് തന്നെ വന്നത്. ഒത്തുണ്ടാളിയാ എടാ അനങ്ങുന്നുണ്ട്. മീൻ കിട്ടിയോ കേശോട്ടാ? ഇല്ല മക്കളെ, ഒത്തുണ്ട്, കിട്ടും അല്ലേളയാ? കിട്ടേണ്ടതാണ്. കിട്ടി 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 കിട്ടി. തിരിച്ചുവിടാ പിടികളിയാ അങ്ങടത്താനായിട്ട്. എടാ പാറു, നീ എന്താ ഇവിടെ? നീ എങ്ങനെ വന്നേ? നീ എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ ഒറ്റയ്ക്ക് നടന്നു വന്ന്. ഒറ്റയ്ക്ക് നടന്നു വന്ന് ആരോട് വെച്ചിട്ട്? ആരോടും ചോദിച്ചിട്ടല്ലേ, ഞാൻ ഒറ്റയ്ക്ക് നടന്നു വന്ന്. പാറുസേ, നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് പുറത്തോട്ട് ഇറങ്ങരുതെന്ന്? നിങ്ങള് മീൻ പിടിച്ച ഞാനിവിടെ നിന്നോളാം. നീ അങ്ങ് നിന്ന് വീട്ടിൽ കയറി പൊടി. ചേട്ടാ പ്ലീസ്, ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നോട്ട്. മൊത്തം കാട്, മഴ പെയ്ത് കിടക്കണ്, പാമ്പും പാറയിലുള്ള എല്ലാ സാധനം കാണണം. നീ മര്യാദക്ക് വീട്ടിൽ പോയാ പാറുവേ. പാറുസേ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അടി വീട്ടിൽ പൊടി. കൊച്ചിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലേ. നിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് എടുത്തോളാം, കേട്ടേ. പാവല്ലേ? പാവം. എന്തേ? നീ കിട്ടണമെങ്കിലേ ഐശ്വര്യം വേണം. ഐശ്വര്യം. ആറിന്റെ ഐശ്വര്യം വരുന്നല്ലേ? അല്ല, എന്താ ഐശ്വര്യം? തേങ്ങ പിടി പിടി. ആ, ഇതിനെ എടുക്ക്. തിരിച്ചു വെള്ളത്തിടുന്ന പുറത്തെടുക്ക്. പുറത്തെടുക്കാന് അവിടെ എന്താ പരിപാടി? ആ, ഇവിടെ എന്താ ഷിയാബ്ക്ക? ഇവിടെ ഇന്ന് മീൻ പിടുത്തമായിരുന്നു. കൊറേ മീന് കിട്ടി കേട്ടാ, നല്ല കിടിലം മീൻ. ആ, ഇവിടുത്തെ പാറ പറയുന്നു. ഓ, കിടിലം ടേസ്റ്റ്. ഇക്ക ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങുന്നേ, നമുക്ക് അടിച്ച് പൊളിക്കാം മീനൊക്കെ പിടിച്ച്. ആ ശരി, അപ്പൊ ഇറങ്ങട്ടെ. ഓക്കെ. എന്താ പാറൂസേ, ഞാൻ പിടിച്ച മീനൊക്കെ കഴിച്ചാ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പുഴയൊന്നും കുളത്തിൽ നിന്നൊക്കെ കിട്ടുന്ന മീൻ നല്ല ടേസ്റ്റ് അല്ലേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടാ. അളിയാ, എന്താ ദുബായിലോട്ട് തിരിച്ചു പോവാത്തെ? ദുബായിക്കോ? അത് എന്റെ ലീവ് എക്സ്റ്റെൻഡ് ആയില്ലേ. അത് മാത്രമല്ല, അവിടത്തെ ജോലികളൊക്കെ ഇല്ലേ, അതെനിക്ക് ഇവിടെ ഇരുന്നും ചെയ്യാവുന്നതേ ഉള്ളൂ. ആണാ? പക്ഷെ ഞാൻ അങ്ങനല്ലല്ലോ കേട്ടത്. പാറൂസ് എന്നടാ കേട്ടെ? അളിയാ, അളിയൻ ആരോടും പറയരുത്. സത്യം എന്താ? എന്താ ഞാൻ ആരോടും പറയേണ്ടാത്തത്? സത്യം എന്തുവാ? ഞാൻ പറഞ്ഞല്ലാട്ടാ, കേശോടെ ഫോൺ വിളിച്ച് പറയുന്നത് കേട്ടതാ. അവൻ എന്നാ പറഞ്ഞേ? അളിയന് ദുബായിൽ ഒട്ടകത്തിനെ കുളിപ്പിക്കുന്ന ജോലിയാണ്. ആ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ എന്തോ തെറ്റ് പറ്റിയിട്ട് അറുബാബു ചാട്ടാറിനടിച്ച് പറഞ്ഞു വിട്ടതാന്ന കേശോട്ടൻ പറഞ്ഞത്. കേശോട്ട് ഇത് ആരോടാ പറഞ്ഞേ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആരാ നല്ല തമാശ പറഞ്ഞേ? ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചേ. അളിയാ, അളിയന്റെ 2 കൈ കാണിച്ചേ. അളിയന്റെ ഈ കയ്യില് തഴമ്പുണ്ടല്ലോ, അത് ഒട്ടകത്തിന്റെ ചാണകം വാരിയിട്ട് വന്നതാണെന്നാ കേശോട്ടൻ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞോ? ആ, അളിയൻ ഇനി ദുബായിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാ അറബാബു അളിയന്റെ കാലും തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. അളിയാ, ഇതൊക്കെ പറഞ്ഞത് ഉള്ളതാണോ അളിയാ? അവൻ ചുമ്മാ ചുമ്മാ പറയാണെങ്കിലും ഇങ്ങനൊക്കെ പറയാവോ? എന്തൊരു ഇൻസൾട്ടായി പോയി. അളിയാ, ഇത് ഞാനാ പറഞ്ഞെന്ന് ആരടുത്തും പറയല്ലേ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അളിയനല്ലേ കുഞ്ഞുപോലെ കൊണ്ടുനടന്ന കേശവന് ദേ കിടക്കുന്നു.
കേശു കേശു ഓ എന്തളിയാ ഇവിടെ വന്നേ. എന്തളിയാ എന്തോ ഇത്ര ലേറ്റ് വന്നേ ഇങ്ങോട്ട്. എവിടാ എടാ നിന്നെ ഞാനേ ഒരു അളിയനെ പോലാണോടാ കണ്ടേ? നിന്നെ ഞാൻ ഒരു അളിയനെ പോലാണോ നിന്നെ കണ്ടേ? അല്ലേ സ്വന്തം അനിയനെ പോലല്ലേ കണ്ടേ? ആണോ? എന്നിട്ട് നീ ഇത് തന്നെ എന്റെ അടുത്ത് കാണിക്കണം. അയ്യോളെ ഞാൻ അളിനോട് എടുത്തോണ്ട് വന്നത്. എടാ ഇതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. നീ എന്നെ പറ്റി നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ അളിയനെ പറ്റി നാട്ടുകാർ എന്തിനു പറഞ്ഞു? എന്തിനു പറഞ്ഞെന്ന് നിനക്ക് അറിയത്തില്ല? ഇല്ല. അറിയത്തില്ല നിനക്ക്? അളിയ എന്തിനാ ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞ ഓരോ അപഖ്യാതികൾ നീ പറഞ്ഞു നടന്നില്ലേ എന്നെ പറ്റി? ആ ഞാൻ ആടുത്ത് എന്തിനു പറഞ്ഞു? അളിയ ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞല്ലേ? ദുബായില് എനിക്ക് ഒട്ടകത്തെ കുളിപ്പിക്കുന്ന പണിന്ന് നീ എവിടേക്കോ പറഞ്ഞില്ലേ? ഞാൻ അടുത്തും പറഞ്ഞില്ല. അതുപോലെ ഞാൻ ദുബായിൽ തിരിച്ചു പോയ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? എന്ത് പറഞ്ഞു? എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? അറിയില്ല. ഇല്ല. എടാ എന്താ മോനെ പ്രശ്നം എന്താ? എനിക്കറിഞ്ഞൂടെ അളിയ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. എന്താണ് കാര്യം എന്ന് പറ. പിന്നെ നാട്ടുകാരോട് ഓരോ അപഖ്യാതി പറഞ്ഞുണ്ടാക്കും എന്നെ പറ്റി. എടാ നീ എന്തോ സിദ്ധുവിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്നേ? ഇതെന്തിനാണെന്ന് എനിക്ക് പ്രശ്നം. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കണം. എന്താ കളിയാ നീ എന്തോ വിളിക്കുന്നേ? അളിയ എന്തൊക്കെയാ വിളിച്ചു പറയണത്? എന്റെ ഭാഗത്താടാ തെറ്റ്. ഞാനേ നിന്നെ സ്വന്തം അനിയനെ പോലെ കണ്ടു. ഇതൊക്കെ ഞാൻ തന്നെ കേൾക്കണം. കൊള്ളാടാ. താങ്ക് യു. അമ്മൂമ്മ ഒരു സൈഡ് തരൂ. കേശുവേ, ശരിക്കും എന്താണ് പ്രശ്നം? എന്തോ അമ്മ ഇത് ബഹളം കേട്ടെ? അത് അളിയനും കൂടെ സ്നേഹിച്ചതാ. ആണോ? എന്താ പ്രശ്നം? എനിക്കൊന്നും പറഞ്ഞു അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ ചേട്ടാ ചേട്ടനൊരു വിഷമം? ഒന്നുമില്ല. കാര്യം പറയട്ടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ പാറുവേ? ചേട്ടനും അളിയനും തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കിയേ? അത് നീ എന്റെ അളിയനോട് ചോദിച്ചു വരും. ചേട്ടാ ചേട്ടന് ദേഷ്യമാണോ അത് വിഷമാണോ? അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാണാവോ? അല്ല, ചേട്ടന്റെ അടുത്ത് എനിക്ക് സീക്രട്ട് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്നാലും അളിയൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? പോടി വിടുന്നു. ചേട്ടാ എനിക്കൊരു സീക്രട്ട് കാര്യം പറയാനുണ്ടായിരുന്നു. ഇനിയിപ്പൊ പറയുന്നില്ല. എന്തൊരു സീക്രട്ട് കാര്യം? പറയണോ? ചേട്ടന് വിഷമാകത്തില്ലേ? ഇവരൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ഇപ്പം അവിടെ പറ. ആരോടും പറയത്തില്ല. സത്യം താ. ആരോടും പറയത്തില്ല. സത്യമാണല്ലോ. ആടി പറയില്ല. എന്തൊരു പറയോ? പല പോലും പറയില്ല. നീ കാര്യം പറഞ്ഞുണ്ടാ ചുമ്മായിട്ടും. പക്ഷെ ചേട്ടന് വിഷമാകത്തില്ലേ? ലാഗടിപ്പിക്കാതെ ഇത് കാര്യം പറയൂ. പറയാം. അളിയൻ ആരെയോ ഫോൺ വിളിച്ചിട്ട് പറയാ ചേട്ടൻ കോളേജിൽ പോകുന്നത് പഠിക്കാനല്ല പ്രേമിക്കാനാണെന്ന്. അങ്ങനെ പറഞ്ഞ? ആ പിന്നെ പറഞ്ഞു ചേട്ടൻ എല്ലാ എക്സാമിനും പൊട്ടിയെന്ന്. പിന്നെ കൊറേ മുട്ടയും കിട്ടിയെന്ന്. മുട്ട കിട്ടിയെന്ന് പറഞ്ഞ? പിന്നെയും പറഞ്ഞു ചേട്ടന് കോളേജിൽ സസ്പെൻഷൻ കിട്ടിയെന്ന്. സസ്പെൻഷൻ? അത് തന്നെ. പിന്നെ ചേട്ടൻ കോളേജിൽ കച്ചറയാണെന്നും പറഞ്ഞു. പിന്നെ ചേട്ടനെ കിഴകണമെന്ന് വിളിച്ചിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ ചേട്ടൻ ശരിക്കും ഒരു കിഴങ്ങനാണ്. കിഴങ്ങ് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം നിനക്ക്. ചേട്ടാ ഞാനാ പറഞ്ഞെന്ന് പറയല്ലേ. എന്റെ തല പോയാലും ഞാൻ പറയും. അളിയാ ഓ അളിയാ അളിയാ അളിയോ എവിടെ? അയ്യോ നേരെ ഞാൻ കിടക്കുക. ഇങ്ങ് വാ ഇവിടെ. മോശമായിപ്പോയി. ഇവിടെ മോശമായിപ്പോയി. ഭയങ്കര മോശമായിപ്പോയി. എന്താടാ അളി ഇങ്ങനെ ഒരാളാണ് ഞാൻ വിചാരിച്ചത്. നീയേ എന്നെ പറ്റി പറഞ്ഞത്രയൊന്നും വരില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ പറ്റി എന്തുവാടാ പറഞ്ഞേ? ഓഹോ അപ്പൊ പറഞ്ഞു അത്രയും വരില്ല എന്നല്ലേ? എന്ത് നോക്കണ? എന്ത് പറയാളെ മൊത്തം എന്തോടെ പിന്നെയും തുടങ്ങിയാ? എങ്ങനെ തുടങ്ങാതിരിക്കും?
അങ്ങനത്തെ കാര്യങ്ങളൊക്കെയല്ലേ ചെയ്ത് വെക്കണത്. എന്താടാ കാര്യം പറ. അളിയനെ പിന്നെ എന്തോ പറഞ്ഞറിയോ അമ്മൂമ്മക്ക്? എന്തോ സിദ്ധു നിന്നെ പറ്റി പറഞ്ഞേ? പറയട്ടാ. പറ, ഞാൻ എന്തോ പറഞ്ഞ നീ പറ. ഞാൻ കോളേജിൽ പോണത് പഠിക്കാനല്ല, പെമ്പിള്ളാർ പറയാ പ്രേമിച്ച് നടക്കാനാണെന്ന്. അത് മാത്രമല്ല പിന്നെയും പറഞ്ഞു ഞാൻ പഠിച്ച് ഉള്ള എല്ലാ എക്സാമിനും പൊട്ടി ഇപ്പൊ മൊട്ട മേടിച്ചോണ്ടിരിക്കുകയാണെന്ന്. പിന്നെ കേങ്ങാന്ന് വിളിച്ച്. ഇതൊക്കെ സത്യമല്ലേടേ? അമ്മായി ഞാൻ അല്ല, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞേ? ആ അതൊക്കെ പറഞ്ഞേ. ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരരുത് കേട്ടോ. ഇല്ലാത്ത കാര്യമൊന്നുമല്ല, ഉള്ള കാര്യം തന്നെ. അന്ന ഒരു കാര്യം ചെയ്യും, ഞാനങ്ങ് പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചോ? എടേ എന്തോന്നടേ കൊച്ചു പിള്ളേരെ പോലെ നിങ്ങള്. അമ്മായി ഇവൻ നേരത്തെ വൈരാഗ്യം തീർക്കാനേ. ആ തന്നെ, ഞാൻ നേരത്തെ വൈരാഗ്യം തീർക്കാൻ അങ്ങനെ ഇരിക്കട്ടെ. അയ്യോ സിദ്ധു, വിട്ടിട് സിദ്ധു. എനിക്ക് ഇവന്റെ അടുത്ത് സംസാരിക്കാനൊന്നുമില്ല. എനിക്കും അളിയന്റെ അടുത്ത് ഒന്നും സംസാരിക്കില്ല. അളിയ പോളെ അവിടെ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. ഗൗരി, അല്ലമ്മ, ഇപ്പം ഈ സിറ്റുവേഷന് ഈ പാട്ടാണ് ആക്ട്. എന്നാലും ഇവർക്ക് ഇത് എന്ത് പറ്റി ഗൗരി? ആ അമ്മമ്മ എന്തോ ഒരു ബഹളം കേട്ടെ. മാഡം എവിടെയായിരുന്നു? ഞാൻ വെളിയിരിക്കായിരുന്നു. നന്നായി, ഇതൊന്നും കാണാതെ കേൾക്കാതിരിക്കണാണ് നല്ലത്. അമ്മമ്മ എന്താ കാര്യം? ഒന്നുമില്ല. അനേന്റെ എന്തു കാര്യം? എനക്ക് തെരിയല പാറു. എന്നെ പാറവിടെ മീൻ പിടിക്കാൻ കൊണ്ടുവരുന്നല്ലേ? എന്നോട് വിളിച്ചാ അമ്മമ്മ എന്താ കാര്യം? ഒന്നുമില്ല. അനേന്റെ എന്തു കാര്യം? എനക്ക് തെരിയല പാറു. എന്നെ പാറവിടെ മീൻ പിടിക്കാൻ കൊണ്ടുവരുന്നല്ലേ? എന്നോട് വിളിച്ചാ പാറുവേ, പാറൂസേ, അറിയാ ഇങ്ങോട്ട് വന്നേ. എന്താ അറിയാ? പാറൂസേ, എന്റെ ഇവിടെ ചൂണ്ടയിടാൻ വരുന്നാ? അപ്പൊ നേരത്തെ വരണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതിലേ ഖേദിക്കുന്നു. എന്നുവെച്ചാ? എന്ന് വെച്ചാ ഒന്നുമില്ല. എന്റെ കൂടെ ചൂണ്ടയിടാൻ വരുന്നോ ഇല്ലയോ? അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെ. കഷ്ടപ്പെട്ടെന്നോ? അല്ല, ചോദിച്ച് കഷ്ടപ്പെട്ടെ. വരുന്നാ? അളിയാ, ഇന്ന് കൊറേ മീൻ പിടിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റത്തുള്ളേ? പാറൂസിനെ ഒരു കൊട്ട നിറയെ മീൻ പിടിച്ചിട്ട് ഞാൻ തലേ വെച്ച് തരും. ഓക്കെ? പാറുവേ, എന്താ? ഞാൻ പോണു, നീ പറഞ്ഞാ? എങ്ങോട്ട് പോണു? മീൻ പിടിക്കാൻ പോണു. ഞാൻ സിദ്ധോടെ എന്റെ കൂടെ പോവാ. എന്റെ കൂടെ നീ വരുന്നുണ്ടോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇപ്പൊ സിദ്ധോടെ എന്റെ കൂടെ പോവാ. എന്റെ കൂടെ വന്നാ കൊട്ട നിറയല്ല, ലോറ് നിറയെ മീൻ പിടിച്ചോണ്ട് വരാം. ഞാനാണ് വിളിക്കണത്, നിന്റെ ചേട്ടനാണ് വിളിക്കണത്. ഇപ്പം നമ്മളെ വേണ്ട. ആ ഇത്രയൊക്കെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും ഒരാറടി പൊക്കമുള്ള കമ്പുമായിട്ട് ഒരാള് വന്നപ്പോഴത്തേനെ നീ കൂടെ അങ്ങ് പോണ്. കൊള്ളാം ചേട്ടാ, അതുകൊണ്ടല്ല. പാറൂസേ, നിന്റെ ചേട്ടൻ പലതും പറയും. നമ്മളെ കടലില് വരെ പോയി മീൻ പിടിക്കും. പാറുവേ, ചിലര് അങ്ങനെ പല വാഗ്ദാനങ്ങളും തരും, പക്ഷെ പാലിക്കൂല. എന്നിട്ട് അവസാനം നമ്മളെ കുറ്റവും കൂടെ പറയും. അത് താങ്ങാൻ പറ്റൂല മക്കളെ, താങ്ങാൻ പറ്റൂല. എന്നാ പിന്നെ ഞാൻ ചേട്ടന്റെ കൂടെ വരാം. വാ പോവാ. പാറുവേ, ഇതെന്താ ഇത്ര നേരം എന്റെ കൂടെ അല്ലേ വരാന്ന് പറഞ്ഞോണ്ടിരുന്നേ? ഇപ്പൊ അവിടെ എന്റെ കൂടെ വരണമെന്ന് പറയണം, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ സഹോദരങ്ങളാണല്ലോ. ഞാനാരാ? പാവം, പുറത്തുനിന്ന് വന്ന് നിങ്ങളുടെയൊക്കെ വായിരിക്കുന്നതും കേട്ടിവിടെ ഇരിക്കുക. എന്നാ പിന്നെ ഞാൻ ആളിന്റെ കൂടെ വരാം. വേറെയാ? നീ ഒന്ന് ഇപ്പൊ തീരുമാനിക്കണം. നീ എന്നോട് പറഞ്ഞ ആളെ കൂടെ പോണം. പറയടി. ഞാൻ ഒരാളല്ലേ ഉള്ളു, ഒരാളുടെ കൂടെ അല്ലേ നീ വരാൻ പറ്റൂ. ഏത് വാടാ, നീ മടി.
എന്റെ കയ്യിൽ നിന്ന് പാടി നിങ്ങളുടെ പ്രശ്നം ഇതുവരെ തീർന്നില്ലയോ? അതിനീ ജീവിതകാലം മുഴുവൻ തീരാൻ പോണില്ല, തീരത്തില്ല. തീർക്കത്തില്ല. അതെ അതെ അതെ, ശരിക്കും എന്താണ് പ്രശ്നം? അമ്മായി ഇവനെ ആവശ്യമില്ലാത്ത പറഞ്ഞു നടക്ക എന്നെ പറ്റി. അളിയനും എന്നെ പറ്റി ആവശ്യമില്ലാതെ പറഞ്ഞു നടക്കുക. അത് നമുക്ക് അറിയാം ആരാ പറഞ്ഞു നടക്കുന്നത്. നമുക്കറിയാലോ. ആ അതെ അതെ, അതെ, നിങ്ങളെ പറ്റി പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കേട്ടോ? എന്റെ അടുത്ത് പറഞ്ഞതേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാ. എന്റെ അടുത്ത് പറഞ്ഞതും എനിക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന ആളാ. എന്നാ ഈ ആൾ ആരാണെന്നൊന്ന് പറയാവോ? അമ്മായി അതൊക്കെ അറിയണോ? കേസ് വിട്ടുകളാ. അറിയുമ്പോ എല്ലാം അറിയണമല്ലോ. അറിയേണ്ട ആവശ്യമില്ലല്ലോ അമ്മമ്മേ. ஆവശ്யம் இருக்கு. யாருன்னு நீங்க எங்கிட்ட சொல்லுங்க, நான் யாருக்கிட்டே சொல்ல மாட்டேன். ഞാൻ വാക്ക് കൊടുത്തു അമ്മൂമ്മ, ആരോടും പറയില്ലെന്നു. അതുകൊണ്ട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാനും വാക്ക് കൊടുത്തു പോയി, അതുകൊണ്ട് എനിക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും എന്റെ ചെവി വന്ന് പറ, ഞാൻ ആരോടും പറയത്തില്ല. എന്തിനാ അമ്മൂമ്മ ചെവിയിലൊക്കെ പറയുന്നേ? ചെവിയിലൊക്കെ പറയണമല്ലോ. എന്നാ പിന്നെ നിങ്ങളിരുന്ന് അങ്ങോട്ട് പറ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാറു, എങ്ങോട്ടാ? എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. പഠിക്കാൻ പോണോ? മക്കളെ എന്നാ പഠിക്കണ്ട കേട്ടോ, ഇവിടെ നിക്കപ്പാ കേട്ടാ. ഞാൻ പോട്ടമ്മായി. വേണ്ട മോളെ, ഇവിടെ നിക്ക്. അപ്പൊ രണ്ടുപേരും എന്റെ ചെവി വന്ന് പറഞ്ഞേ, എന്തു വന്നു? നീ പറയുന്നില്ലേ? ഓ, ഈ ആള് പറയുന്ന കേട്ടിട്ടാണോ നിങ്ങൾ വഴക്കുണ്ടാക്കിയേ? ആ ഏതാളമ്മ? ആളാരാന്ന് ഞാൻ പറയാം. ആ വടി ഇങ്ങ വന്നേ, അപ്പൊ ഞാൻ ശരിയാക്കി കൊടുക്കാം. പാറു, ഇവിടെ വന്നേ. നീ എന്തിനാ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിച്ചവരെ? അമ്മമ്മ എന്നെ ചൂണ്ടിടാൻ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞോണ്ട് അതിന് ഇവരെ തമ്മിൽ വഴക്കിടിപ്പിക്കാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഫോർ ഫൺ. ഫണ്ണിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലയോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഉണ്ട്. ആ, ഇനി മേലാലെ ഇങ്ങനെ വല്ലതും ചെയ്താലേ കണ്ടോ ഈ ചൂണ്ട പുറത്തുണ്ടല്ലോ, ഞാൻ പാറമട കൊണ്ടിടും കേട്ടാ. അളിയാ. അനിയാ സോറി അളിയാ. സോറി അളിയാ. എന്തോന്ന് സോറി? നിങ്ങൾക്കേ പരസ്പരം ഒരു വിശ്വാസം ഇല്ലാണ്ടല്ലയോ ഒരാള് പറയുന്നത് കേട്ട് വിശ്വസിച്ചത്? അളിയാ മീൻ പിടിക്കാൻ പോയാലോ? ഞാൻ വരട്ടെ. വേണ്ട.